PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ് ആയിട്ട് മാത്സ് ആണ് എടുക്കുന്നത്. മാത്സ് 4th ചാപ്റ്റർ ഐഡന്റിറ്റീസ്. ഐഡന്റിറ്റീസിലെ പേജ് നമ്പർ 84 ആയിട്ടുണ്ട്. 84ലെ ഫസ്റ്റ് കണക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് അല്ലേ? 1.5, 2.5, 3.5. അത് ആൾജിബ്ര വെച്ച് നമ്മൾ ചെയ്യാൻ പഠിച്ചു. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഒരു ഇത് തരുന്നേക്കാണ് 37 സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ 37 സ്ക്വയർ ആണ്. ഇത് നമ്മൾ ഫോർമുല നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. ഐഡന്റിറ്റി നമുക്കറിയാം. 37 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്താൽ മതി? 30 + 7 ഓൾ സ്ക്വയർ ചെയ്താൽ പോലെ ചെയ്താൽ മതി. പക്ഷെ ഇവര് പറഞ്ഞിരിക്കുന്ന പാറ്റേൺ പോലെ നമ്മളൊന്ന് ചെയ്യണം. പരീക്ഷയ്ക്ക് നമുക്ക് 31ന്റെ സ്ക്വയർ തന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 30 + 7 ഓൾ സ്ക്വയർ ഇത്രയും കണ്ടാൽ മതി നിങ്ങൾ. പക്ഷെ ഇപ്പൊ നമുക്ക് ഇവിടെ അവർ തന്നിരിക്കുന്ന ഇത് തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. ആദ്യം 37ല് 3യുടെ ആദ്യത്തെ ടെൻസിന്റെ നമ്പർ എന്നുള്ളത് എന്താണ്? 3 ആണ് അല്ലേ? 3 അല്ലേ? അതിന്റെ നമ്മൾ എന്ത് ചെയ്യണം? 3യുടെ സ്ക്വയർ കാണാം. ആദ്യം എന്താ ചെയ്യാം? 3യുടെ സ്ക്വയർ. 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? നമുക്ക് 9 ആണ് അല്ലെ? ഈ 9നെ ഇത് 10th പ്ലേസിലാണ് അല്ലെ? 37ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 37 × 37 ആണ്. അപ്പൊ ഇത് 10ന്റെ പ്ലേസിൽ, ഇത് 10ന്റെ പ്ലേസിൽ. 2 10 ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 100 ആണ് അല്ലെ? അപ്പോ 3യുടെ സ്ക്വയർ 9 ഇട്ടു, അതിനെ ഇൻറ്റു 100. അങ്ങനെ നമുക്ക് കിട്ടിയ എത്രയാണെന്ന്? 900. കിട്ടിയ എല്ലാവർക്കും മനസ്സിലായില്ലേ? ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കിട്ടി. ആദ്യത്തെ നമ്പർ 3യുടെ സ്ക്വയർ ഇടാം. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കാം കേട്ടോ. 3യുടെ സ്ക്വയർ ഇടാം. ആ സ്ക്വയറിന്റെ ഇൻറ്റു 100 ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് നമ്പേഴ്സും കൂടി ഇൻറ്റു ചെയ്യാം. 3 × 7 എത്ര കിട്ടുന്നത്? 21. സോറി 21 അല്ലേ? അതിനെ നമ്മൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? ഇൻറ്റു 2. അപ്പൊ 21 × 2 നമുക്ക് എത്ര കിട്ടുന്നത്? ഇവിടെ 42 ആണ് അല്ലെ? അതിനെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 10 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 420. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പറിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 7ന്റെ സ്ക്വയർ. 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 49. കിട്ടിയ എങ്ങനെയാ ചെയ്തേന്ന്? അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കട്ടോ. 3ന്റെ സ്ക്വയർ ഇട്ടു, അപ്പൊ 9. അത് 10th പ്ലേസ് ആയതുകൊണ്ട് 2 10th പ്ലേസ് ഇൻറ്റു ചെയ്യുമ്പോൾ 100 ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 9ന്റെ 10ന്റെ 3യുടെ സ്ക്വയർ 9 ആണ്. 10th പ്ലേസിലാണ്. അപ്പൊ 10 × 10 10ന്റെ സ്ക്വയർ 100 ആണ്. അപ്പൊ 9 × 100 900 കിട്ടി. രണ്ടാമത്തത് നമ്മൾ നടുക്കുള്ള ഈ രണ്ട് നമ്പേഴ്സും എന്ത് ചെയ്യണം? നടുക്കത്തെ കിട്ടണമെങ്കിൽ 2 നമ്പേഴ്സിനും ഇൻറ്റു ചെയ്യാം. 3 × 7 അല്ലേ? എന്നിട്ട് ഇൻറ്റു 2 ചെയ്തു. അപ്പൊ 42 കിട്ടും. ഈ 42നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 420. ദെൻ ലാസ്റ്റ് വൺ 7 1th പ്ലേസിലാണ്. അപ്പൊ അതിന് വേറെ ഒന്നുകൊണ്ട് 1 × 1 1 തന്നെയാണ്. അപ്പൊ 7ന്റെ സ്ക്വയർ നമുക്ക് കിട്ടി 49. ഇനി ഒന്ന് കൂട്ടി നോക്കിയവിടെ. ഇത് 9, 4 × 2 6, പിന്നെ 9 ഉം 4 ഉം 13. 1369 അല്ലെ? 1369 കിട്ടി. ഇത് നമ്മൾ ഫോർമുല വെച്ച് ചെയ്ത് നോക്കിയേ. ഇനി അടുത്ത് ഞാൻ ഫോർമുല വെച്ച് കാണിച്ചു തരാൻ പോവാണ് കേട്ടോ. നമ്മൾ ഇതാണ് അവർക്ക് തന്നിരിക്കുന്ന പാറ്റേൺ. ഇത് എങ്ങനെയാ വന്നേന്ന് ഇത് തന്നെയാണ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഐഡന്റിറ്റി 30 + 7 ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x + y ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ എഴുതാം? x + y ഓൾ സ്ക്വയർ x സ്ക്വയർ. ഇതാണ് x, ഇതാണ് y. x സ്ക്വയർ ഐഡന്റിറ്റി എല്ലാവർക്കും ഓർമ്മയില്ലേ? 4 ഐഡന്റിറ്റീസ് ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഓർമ്മയുണ്ട് അല്ലേ? അപ്പോ xന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 30ന്റെ സ്ക്വയർ കാണണം അല്ലേ? പ്ലസ് 2 × x × y. അങ്ങനെ നമ്മൾ ചെയ്യാം. നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് പറഞ്ഞേ. x + y ഓൾ സ്ക്വയർ എന്താണ്? x സ്ക്വയർ പ്ലസ് എന്താണ്? 2 × x × y. 2 × x എത്രയാ? x ഇവിടെ 30 × y എത്രയാ? 7. കിട്ടില്ലേ? അടുത്തത് x സ്ക്വയർ പ്ലസ് 2xy പ്ലസ് y സ്ക്വയർ. y എത്രയാ? ഇവിടെ 7 ആണ്. 7ന്റെ സ്ക്വയർ. ഇതല്ലേ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്? നോക്കിയാൽ നിങ്ങളത് നോക്കാം. 30ന്റെ സ്ക്വയർ എത്രയാണ്? ആദ്യം നോക്കി നമ്മൾ 3ന്റെ സ്ക്വയർ കണ്ടു, അത് കഴിഞ്ഞു.
ഇവിടെ 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ 9 ഒരു പൂജ്യത്തിന് എത്ര പൂജ്യം ഇടണം സ്ക്വയറില്? ഞാൻ പറഞ്ഞു ഒരു പോയിന്റിന് 2 പോയിന്റ് ഇട്ട് കൊടുക്കണം, ഒരു പൂജ്യത്തിന് 2 പൂജ്യം ഇട്ട് കൊടുക്കണം. പ്ലസ് 2 × 3 × 7 3 × 7 21 × 2 42 42 അല്ലെ? പിന്നെ നമുക്ക് എന്താണ് 2 പൂജ്യം നമുക്ക് ഇടണം വേണ്ടേ? പ്ലസ് അല്ല സോറി 7 ആണ് കേട്ടോ, 70 അല്ല കേട്ടോ, 7 അപ്പൊ ഒരു പൂജ്യമാണ് 30 × 7 കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കാട്ടോ, പൂജ്യം ഇല്ല, ഇവിടെ 7 മാത്രമേ ഉള്ളൂ. പ്ലസ് 7ന്റെ സ്ക്വയർ 49. ഇതല്ലേ നമ്മളിവിടെ കൂട്ടിയിരിക്കുന്നത് നോക്കിയേ. 900 പ്ലസ് 420 പ്ലസ് 49 കൂട്ടിയപ്പോ നമുക്ക് കിട്ടി 1369. അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ഐഡന്റിറ്റീസ് വെച്ച് ഇതിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പക്ഷെ ഇപ്പൊ ടെക്സ്റ്റിൽ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ തന്നത് കൊണ്ട് നമ്മളത് ചെയ്യാം. ഇനി അടുത്ത് തന്നിരിക്കുന്നത് ചെക്ക് ഫോർ സം മോർ 2 ഡിജിറ്റ് നമ്പർ. നിങ്ങളോട് 2 നമ്പേഴ്സും കൂടി ചെയ്ത് നോക്കാൻ പറയുകയാണ്. നമ്മൾ വേറൊരു നമ്പർ കൂടി ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു നമ്പർ ഇപ്പൊ നമ്മൾ 45 എടുക്കുകയാണ്. 45ന്റെ സ്ക്വയർ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ 2 രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെയ്താൽ കിട്ടുമോ നോക്കണം. 45ന്റെ സ്ക്വയർ കാണാൻ ആദ്യം 4ന്റെ സ്ക്വയർ കാണണം അല്ലെ? ഇതിന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ ഇസിക്കൽ ടു എത്രയാണ്? 16. ആ 16നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ 1600 കിട്ടിയില്ലേ? കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? 2 × 4 × 5 അങ്ങനെ ചെയ്യാം. 4 5 20 20 × 2 40. ഈ 40നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യാനാണ് പറഞ്ഞത്? 10 കൊണ്ടാണ് ഇൻറ്റു ചെയ്യാൻ പറഞ്ഞത് അല്ലെ? അപ്പൊ ഇവിടെ കിട്ടി 400. ഇനി അടുത്ത നമ്മൾ ലാസ്റ്റ് നമ്പർ 5 ആണ്. 5ന്റെ സ്ക്വയർ ആണ്. 5ന്റെ സ്ക്വയർ എത്രയാ? 25. അപ്പൊ 25 × 1 ആണ്, അത് നമുക്ക് 25 തന്നെയാണ്. ഇനി ഇത് കൂട്ടുമ്പോ 5 ഇവിടെ എത്ര കിട്ടി? 2 6 4 10 2025 കിട്ടി. ഇനി ഇത് ശരിയാണോ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് ഐഡന്റിറ്റീസ് വെച്ച് നോക്കാം അല്ലെ? നമ്മുടെ ഐഡന്റിറ്റീസ് വെച്ച് നമുക്ക് ശരിയാണോ എന്ന് നോക്കാൻ പറ്റും. 45നെ 40 + 5 ഓൾ സ്ക്വയർ ചെയ്തൂടെ? അപ്പൊ എത്ര കിട്ടാം? 40ന്റെ സ്ക്വയർ പ്ലസ് 2 × 40 × 5 പ്ലസ് 5ന്റെ സ്ക്വയർ എത്ര കിട്ടാൻ? 40ന്റെ സ്ക്വയർ സോറി 4ന്റെ സ്ക്വയർ എത്രയാ? 16 ഒരു പൂജ്യത്തിന് 2 പൂജ്യം. 40ന്റെ സ്ക്വയർ അപ്പൊ കിട്ടിയത് എങ്ങനെയെന്നറിയേ? 40 × 40 ചെയ്യേണ്ട നിങ്ങൾ 4 × 4 16 അല്ലെ? ഒരു പൂജ്യത്തിന് 2 പൂജ്യം പ്ലസ് 2 × 40 × 5 സംഖ്യകൾ ആദ്യം ഇൻറ്റു ചെയ്യാം കേട്ടോ. 2 × 4 8 8 × 5 40. ഇനി ഇവിടുത്തെ ഒരു പൂജ്യം ഉണ്ട്, അപ്പൊ 400 പ്ലസ് 5ന്റെ സ്ക്വയർ എത്രയാ? 25. ഒന്ന് കൂട്ടി നോക്കിയേ. 1600 പ്ലസ് 400 പ്ലസ് 25 എത്ര കിട്ടിയേ? 2025 കൂട്ടി തന്നേക്കൂല്ലേ? അപ്പൊ ഇതിന് നമുക്ക് കിട്ടിയ എത്രയാണെന്ന്? 2025. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഒരു 2 നമ്പറും കൂടി നിങ്ങൾ ചെയ്ത് നോക്കിപ്പോ ഏതെങ്കിലും 2 നമ്പേഴ്സ് കൂടി ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നമുക്ക്. അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, why this is correct using algebra. ഇനി ആൽജിബ്ര വെച്ച് ഇതിനൊന്ന് കറക്റ്റ് ആക്കാം. എല്ലാത്തിനും ഞാൻ പറഞ്ഞ ഈ പാഠത്തില് നമുക്ക് ഈ ഐഡന്റിറ്റി വെച്ച് ചെയ്യാം. പക്ഷെ അവർ ഓരോന്നിനും പാറ്റേൺ തന്നിട്ട് എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ പാറ്റേണിനനുസരിച്ച് നമ്മളോട് ആൽജിബ്രിക് ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് കറക്റ്റ് യൂസിങ് ആൽജിബ്ര. മലയാള മീഡിയത്തിലെ ചോദ്യം. ഇത് ശരിയാകാനുള്ള കാരണം ബീജഗണിത രീതിയിൽ വിശദീകരിക്കാൻ. ഇത് ശരിയാണ് എന്ന് ബീജഗണിത രീതിയിൽ നമ്മൾ വിശദീകരിക്കണം. എങ്ങനെയാണ് ബീജഗണിത രീതിയിൽ വിശദീകരിക്കാം? ആൽജിബ്രിക് ഫോമിൽ നമ്മൾ ഒരു നമ്പർ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഇപ്പൊ 45 എന്ന് പറഞ്ഞാൽ 40 + 5 അല്ലെ? 4ന്റെ കൂടെ × 10 അപ്പൊ 40 + 5. അങ്ങനെ ചെയ്യുക. ഏത് നമ്പർ ആയാലും 10th പ്ലേസിന്റെ കൂടെ നമുക്ക് 10 ഇട്ട് കൊടുക്കും ആൽജിബ്രിക് ഫോമില്. ഇനി ഇതിന്റെ സ്ക്വയർ കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ. മനസ്സിലായോ? ആദ്യത്തെ നമ്പർ എത്രയാ? x എന്ന് പറഞ്ഞാൽ 10x ആണ്. 10xന്റെ സ്ക്വയർ എത്രയാണ്?
10xന്റെ സ്ക്വയർ 100, 10ന്റെ സ്ക്വയർ 100 ആണ്, 100x സ്ക്വയർ കിട്ടിയില്ലേ? പ്ലസ് 2 രണ്ടാമത്തെ എന്താ ചെയ്യേണ്ടത്? x ഇൻറ്റു y ഇൻറ്റു 2 ആണ് അല്ലേ ചെയ്യുന്നത്? അപ്പൊ എന്താ ചെയ്യാം? 2 ഇൻറ്റു എക്സ് ഇൻറ്റു y എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് ഇവിടെ എത്രയാണ്? 10x ആണ് അല്ലേ? 2 ഇൻറ്റു 10 20, 20xy 20xy കിട്ടും. പ്ലസ് ഇവിടെ നമുക്ക് കിട്ടും എത്രയാണെന്ന്? y സ്ക്വയർ കിട്ടിയില്ലേ? ഇതാണ് നമ്മൾ ആൽജിബ്രിക് ഫോമിൽ നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് ആൽജിബ്രിക് ഫോമിൽ കിട്ടി. And the third question is, find an easy method to compute the square of the number ending in 5. ചോദ്യം എഴുതാം. Find an easy method. നമ്മളോട് easy method കണ്ടുപിടിക്കാൻ പറയാം. To compute the square of the number ending in 5. 5 മലയാളം മീഡിയക്കാരുടെ ചോദ്യം നോക്കാം. 5 അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം കണക്കാക്കാനുള്ള എളുപ്പ വഴി. 5 അവസാനിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 15 അല്ലേ? അല്ലെങ്കിൽ എന്താവും? 25, അല്ലെങ്കിൽ 35, അല്ലെങ്കിൽ 45, 55, അങ്ങനെ ഏതായാലും 5 അവസാനിക്കുന്ന നമ്പറിന്റെ സ്ക്വയർ കാണാൻ നമുക്ക് ഇത് വെച്ച് പോലെ നമുക്ക് എളുപ്പ വഴിയുണ്ട്. എന്താണ്? 5 അവസാനിക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സംഖ്യ നമ്മൾ 10 ഇൻറ്റു എക്സ് കൊടുക്കും. പ്ലസ് രണ്ടാമത്തെ സംഖ്യ 5 അവസാനിക്കണമെങ്കിൽ ഇവിടെ എന്താ ചെയ്താൽ മതി? 5 ഇട്ട് കൊടുത്താൽ മതി. വൈയുടെ അവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കാം? 5 ഇട്ട് കൊടുക്കാം. അപ്പോ 10x പ്ലസ് 5 ഓൾ സ്ക്വയർ കിട്ടി. മനസ്സിലായോ? ഇനി എങ്ങനെ കാണാം? 10x സ്ക്വയർ, 10xന്റെ സ്ക്വയർ എഴുതണം. അതിന് എങ്ങനെ ചെയ്യാം? 10xന്റെ എക്സ് സ്ക്വയർ ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10x ഇൻറ്റു 5 പ്ലസ് തടുക്കത്തെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. കാരണം ഇത് ഒരുമിച്ച് ചെയ്യേണ്ടതാണ് കേട്ടോ. പ്ലസ് 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. അപ്പൊ ഏറ്റവും എളുപ്പ വഴി ഇപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ 100x സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 5 എത്രയാ? 100 അല്ലേ? 10 ഇൻറ്റു 5 50, 50 ഇൻറ്റു 2 100x പ്ലസ് 25. അപ്പൊ ഇനി ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണ്. എന്താണ് നമ്മൾ കിട്ടിയത്? 5 അവസാനിക്കുന്ന ഏത് നമ്പർ ആയാലും നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്ത് നോക്കണ്ട, ഇത് ചെയ്താൽ മതി. എങ്ങനെയാ? 100x സ്ക്വയർ പ്ലസ് 100x പ്ലസ് 25 എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത് 45 ആണ്. അതുകൊണ്ട് നമുക്കറിയാം 45 എന്ന് പറയുമ്പോ 40 പ്ലസ് 5 ആണ് ഓൾ സ്ക്വയർ അല്ലെ? ഇത് ചെയ്യാൻ എളുപ്പ വഴി നോക്കിയേ. ഇതിൽ നോക്കിട്ടോ. 100x സ്ക്വയർ 100 ഇൻറ്റു എക്സ് സ്ക്വയർ. എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ 4 ആണ് അല്ലെ? 4ന്റെ ഇൻറ്റു 100 അല്ലെ? പ്ലസ് 100 ഇൻറ്റു എക്സ് 100 ഇൻറ്റു 4 400 പ്ലസ് എത്ര കിട്ടുന്നത് നമുക്ക്? 25 ചെയ്ത് നോക്കിക്കൂടെ? അപ്പൊ ഏത് സംഖ്യ ആയാലും 5 അവസാനിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്താൽ മതി. 100 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 100x പ്ലസ് 25. ഇനി അടുത്ത ചോദ്യം അതിൽ കഴിഞ്ഞു കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവസാനിച്ചു. രണ്ടാമത്തേല് 3 സബ് ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ആ 3 ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എടുക്കാം എല്ലാവരും. തേർഡ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ലുക്ക് അറ്റ് ദിസ് പാറ്റേൺ. ഇവിടെ നമുക്കൊരു പാറ്റേൺ ആണ് തന്നെ. ഇനി ആ പാറ്റേൺ എപ്പോഴും ഞാൻ പറഞ്ഞു, പാറ്റേൺ പറഞ്ഞാൽ നമ്മൾ പാറ്റേൺ എഴുതി നോക്കാം കേട്ടോ. ഇവിടെ എന്താ പാറ്റേൺ തന്നിരിക്കുന്നത്? 1ന്റെ സ്ക്വയറിന്റെ കൂടെ പ്ലസ് 4 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 3ന്റെ സ്ക്വയർ ആണ്. അതേപോലെ 2ന്റെ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 4ന്റെ സ്ക്വയർ. അടുത്ത് 3ന്റെ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 5ന്റെ സ്ക്വയർ. ഇനി നമ്മളോട് രണ്ട് ലൈനാണ് പാറ്റേൺ തന്നിട്ടുണ്ട്. പാറ്റേൺ എല്ലാവർക്കും കണ്ടു കഴിഞ്ഞു. അതിൽ നമ്മളോട് പറഞ്ഞ റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻ. മലയാളം എഴുത്തിന്റെ ചോദ്യം തുടർന്നുള്ള 2 ക്രിയകൾ കൂടി എഴുതാൻ. തുടർന്നുള്ള 2 ലൈനും കൂടി നമ്മളോട് എഴുതാൻ പറയണേ. അപ്പൊ നമ്മൾ പാറ്റേൺ എഴുതുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, നോക്കിയാൽ മതി. ഇവിടെ 1ന്റെ സ്ക്വയർ ആണ്, ഇവിടെ 2ന്റെ സ്ക്വയർ ആണ്, ഇവിടെ 3ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും നമ്മൾ എഴുതേണ്ടത്? 4ന്റെ സ്ക്വയർ പ്ലസ്
ഇവിടെ എല്ലായിടത്തും 4 തന്നെയാണ് അല്ലെ. അപ്പൊ 4 ഇൻറ്റു ഇനി ഈ നമ്പർ എങ്ങനെയൊക്കെ 2 3 4 വരുമ്പോ ഇവിടെ 5 ആണ്. ഇവിടെ 3 4 5 ആണ്. അപ്പൊ ഇത് എത്രയാ വരാ 6ന്റെ സ്ക്വയർ. കിട്ടിയ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്പർ വരുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. അത്രയും സുഖമായിട്ടില്ല. അപ്പൊ അടുത്ത പാറ്റേൺ നമുക്ക് എഴുതാം. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ പിന്നെ എത്രയും 4ന്റെ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ 5ന്റെ സ്ക്വയർ പ്ലസ് ഈ സംഖ്യക്ക് ഒരു മാറ്റമില്ല 4 തന്നെയാണ് എല്ലാത്തിനും ഇൻറ്റു ഇവിടെ 5 ആണെങ്കിൽ അടുത്ത എന്താണ് 6. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും 6 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 7ന്റെ സ്ക്വയർ. ഇങ്ങനെ എത്ര നമ്പേഴ്സ് വേണമെങ്കിലും നമുക്ക് എഴുതിക്കൂടെ. ഇതിൽ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിയുക. എക്സ്പ്ലെയിൻ ദ ജനറൽ പ്രിൻസിപ്പിൾ യൂസിങ് ആൽജിബ്ര. ആൽജിബ്ര ഉപയോഗിച്ച് അതിന്റെ ജനറൽ പ്രിൻസിപ്പിൾ എഴുതാനായിട്ട്. എന്താണ് ഇതിന്റെ ജനറൽ പ്രിൻസിപ്പിൾ? നമ്മൾ ഇതിനാണ് എക്സ് കൊടുക്കുന്നത്. ഒന്നാമത്തേന് നമ്മൾ എക്സ് കൊടുക്കുക. നോക്കിയേ, ഇതിന് നമ്മൾ എക്സ് കൊടുത്താൽ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 4 എല്ലാത്തിനും സെയിം തന്നെയാണ് 4 ഇട്ട് കൊടുക്കുക ഇൻറ്റു എക്സ് 1 ആണെങ്കിൽ ഇവിടെ എത്രയാണ് 1ന്റെ കൂടെ 1 കൂട്ടാൻ 2. അങ്ങനെയല്ലേ കിട്ടിയാണത്. എക്സ് 1 എന്ന് പറഞ്ഞാൽ 1ന്റെ കൂടെ 1. അപ്പോ എക്സിന്റെ കൂടെ എന്ത് കൂട്ടണം 1 കൂട്ടണം. 4 ഇൻറ്റു നോക്ക് ആൽജിബ്രിക് ഫോം എഴുതുന്നത് ശരിക്കും എല്ലാവരും മനസ്സിലാക്കട്ടോ. ഇത് 1ന്റെ സ്ക്വയർ അല്ലെ. അപ്പൊ നമ്മൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എക്സ് ഇക്വൽ ടു 1 ആണ്. അപ്പൊ 1ന്റെ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 1. 1 പ്ലസ് 1 എത്രയാ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ന്റെ കൂടെ എത്ര കൂട്ടണം 2 കൂട്ടണം. അപ്പൊ എക്സിന്റെ കൂടെ 2 കൂട്ടുക അതിന്റെ സ്ക്വയർ. ആൽജിബ്രിക് ഫോം കിട്ടിയില്ലേ. ഇനി ഇവിടുത്തെ ശരിക്കും ഇതിലെല്ലാത്തിനും ശരിയാണോ നോക്ക്. എക്സ് ഇക്വൽ ടു 2 കൊടുത്തു. എക്സ് 2 കൊടുക്കുമ്പോ ഇവിടെ എന്താ വരുന്നത്? എക്സ് 2 കൊടുത്താൽ 2ന്റെ സ്ക്വയർ അതല്ലേ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 2 ആണ് കേട്ടോ. 4 ഇൻറ്റു എക്സ് പ്ലസ് 2 1 അല്ലെ. എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ 2 പ്ലസ് 1 എത്രയാണ് 3 കിട്ടി. അപ്പൊ ഇവിടെ എത്രയാ വരുന്നത്? എക്സ് പ്ലസ് 2 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 പ്ലസ് 2 4ന്റെ സ്ക്വയർ. അങ്ങനെ എല്ലാത്തിന്റെയും നമുക്ക് പാറ്റേൺ കാണാനായിട്ട് സാധിക്കും. ഈ പാറ്റേൺ നമുക്ക് ശരിക്കും മനസ്സിലായി. അപ്പൊ അതിന്റെ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ 2 ജനറൽ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ എഴുതിയത് യൂസിങ് ദ ആൽജിബ്രിക് ഫോം. ഇതിന്റെ ആൽജിബ്ര ഉപയോഗിച്ച് ഇതിന്റെ പാറ്റേൺ നമുക്ക് എഴുതി. അപ്പൊ ഇവിടെ എഴുതി വെക്കുക. എന്താണ് ഇതിന്റെ ആൽജിബ്ര? എക്സ് സ്ക്വയർ പ്ലസ് എന്താണ് 4 ഇൻറ്റു എക്സ് പ്ലസ് 1 is equal to x plus 2 all square. കിട്ടിയില്ലേ എല്ലാവർക്കും? ഇതാണ് നമ്മുടെ പാറ്റേൺ. അപ്പൊ നമ്മുടെ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്നത്തെ 3ാമത്തെ ക്വസ്റ്റ്യൻ അവിടെ അവസാനിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 4ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ.